കൊല്ലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയെ അവിശ്വസിച്ച് കോൺഗ്രസ്. RSP നേതാക്കളെ നിരീക്ഷിക്കാൻ ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കളുടെ നടപടി അപകീർത്തികരമെന്ന് RSP നേതാക്കൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലം തീരദേശത്ത് RSP ബിന്ദുകൃഷ്ണയെ പരാജയപ്പെടുത്താൻ വോട്ടുമറിക്കാൻ ശ്രമിച്ചെന്നാണ് കോൺഗ്രസിന്റെ പരസ്യ പ്രസ്താവന. തെളിവായി CCTV ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടു. മുന്നണി മര്യാദ പോലും പാലിക്കാതെ കോൺഗ്രസ് UDFിലെ ഘടകകക്ഷിയെ പരസ്യമായി അപമാനിച്ചതിൽ RSPക്കും കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിൽ കാലുവാരൽ മുന്നിൽ കണ്ട് RSP നേതാക്കളെ നിരീക്ഷിക്കാൻ സ്പൈയെ നിയോഗിച്ചെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാഷിന്റെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ RSPയെ ഞെട്ടിച്ചു. അതിന് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സംശയമുള്ളതുകൊണ്ട് വ്യക്തമായ നിലയിൽ ചില ആളുകളെ നമ്മൾ ഇതിന്റെ സ്പൈ വർക്കിനായിട്ട് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് ഈ സംഭവിച്ച ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഇവരെല്ലാം വലിയ നേതാവ് പറഞ്ഞ അനുസരിച്ച് CPM നേതാക്കളെ ബോധ്യപ്പെടുത്താനാണ്, എവരൊക്കെയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ഡീലിന്റെ ഭാഗമായിട്ട് ബോധ്യപ്പെടുത്താനാണ് ഇവരെല്ലാം ഹോട്ടലിൽ പറഞ്ഞു വിട്ടത്. RSP CPIM ഡീൽ എന്ന കോൺഗ്രസ് പ്രസ്താവന അപകീർത്തികരവും അവാസ്തവുമെന്ന് RSP ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആരോപണ വിധേയനുമായ സദു പള്ളിത്തോട്ടം പറഞ്ഞു. നടന്നത് കൂടിക്കാഴ്ചയല്ല, സ്വാഭാവികമായ ഭക്ഷണശാലയിൽ കണ്ടുമുട്ടൽ. മുന്നണി മര്യാദയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലംഘിച്ചു. താനും പ്രവർത്തകരും മുഴുവനും സമയവും ഇരുവിപുരത്തെ RSP സ്ഥാനാർത്ഥി വിഷ്ണുമോഹനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും സദു പള്ളിത്തോട്ടം കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന ഈ വാർത്ത വ്യാപകമായിട്ടുള്ള വ്യാജ ആരോപണങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണോ? ഇന്ന് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ശരി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, UDFിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെ തന്നെ ഇത് വ്യാപകമായിട്ടുള്ള ഒരു ആരോപണം ഇതുപോലെ വന്നിട്ടുണ്ട്. CPMും ഞങ്ങളും തമ്മിൽ ഡീൽ നടത്തി എന്നുള്ളത് ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ RSPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. തീരദേശ മേഖലയിലെ UDFിൻ്റെ കൺവീനറാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് സെക്രട്ടറിയാണ്. പാർട്ടി RSP ഓഫീസുമായി നേരിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സജീവ സാന്നിധ്യമാണ്. പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനാണ്. പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഇരവിപുര മണ്ഡലത്തിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി സഖാവാണ്. എനിക്ക് ആ കേന്ദ്ര ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചാർജ് കൂടിയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വിലപ്പെട്ട എല്ലാ സമയങ്ങളിലും എൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കൂടുതലും വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഞാൻ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടക്കാറുള്ള തമ്മിലടി വോട്ടെണ്ണുന്നതിന് മുമ്പേ കൊല്ലത്തെ UDFിൽ തുടങ്ങി. തീരദേശത്ത് അത്ര സ്വാധീനമില്ലാത്ത RSP ബിന്ദുകൃഷ്ണയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് കോമഡിയായെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.